നമസ്കാരം. ഈ ഓണക്കാലത്ത് സർക്കാർ സ്പോൺസേഡ് ദുരിതബാധിതർ കുറേയേറെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. എൻ്റെ നാട്ടിലുള്ള ഓട്ടോ തൊഴിലാളിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, വ്യക്തിപരമായിട്ട് അറിയില്ല, നേരിട്ട് കണ്ടിട്ടുമില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ അപ്രതീക്ഷിതമായിട്ടൊരു വീഡിയോ കണ്ടു. ഓട്ടോ തൊഴിലാളിയായിട്ടുള്ള മനുഷ്യർ പ്രിയദർശിനി എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരാലോചനകളുമില്ലാതെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ ദുരിതബാധിതരായി മാറിയവർ ഈ ഓണക്കാലത്ത് എന്താണ് അവരുടെ അവസ്ഥയെന്ന് ഒരു വീഡിയോ ആയി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. നിങ്ങൾ കൂടി അത് കാണണം. കണ്ടതിന് ശേഷം ചില കാര്യങ്ങൾ സർക്കാരിനോടായി പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യൂബർ വന്നു, റാപ്പിഡ് വന്നു, ഒടുവിൽ പ്രിയദർശിനിയും വന്നു. എല്ലാം നല്ല കാര്യം തന്നെ. പക്ഷെ നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. ഇല്ലേ കാണിച്ചു കാണട്ടെ. കണ്ടല്ലോ, അരുൺ എന്ന ഒരു ഓട്ടോ തൊഴിലാളിയാണ് ഈ ഒരു വീഡിയോ അവരുടെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടതായി കണ്ടത്. അത് കണ്ടപ്പോൾ ഓരോ വ്യക്തികളും എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബങ്ങളാണ്, ഒരു കുടുംബത്തിന്റെ വരുമാന സ്രോതസ്സാണ് ഓട്ടോ തൊഴിലാളികൾ. അവരുടെ നിത്യജീവിതം ഈ ഒരു ഓട്ടോയിൽ നിന്ന് കിട്ടുന്ന വരുമാനവുമായി ബന്ധപ്പെട്ടാണ് ഓരോ കുടുംബങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ചിലവറിയാലോ. ഇപ്പോൾ ഈ ഓട്ടോ തൊഴിൽ ചെയ്യുന്ന മനുഷ്യരെ കുറേയേറെ പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ചിലർ ഇത് കൂലിക്ക് ഓടുന്നവരാണ്. കൂലിക്ക് ഓടുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി ഓട്ടോ എടുത്ത് ഈ പറയുന്ന ഡ്രൈവർക്ക് ഓടാൻ കൊടുക്കും. അനുദിനം 300 രൂപ ഈ ഓണർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, 300 രൂപ ഓണർക്ക് മുടങ്ങാതെ കൊടുക്കണം. ഒരു പക്ഷേ 1000 രൂപയായിരിക്കും ഒരു ദിവസം രാവന്തിയോളം ഓടുമ്പോൾ ഇവർക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കാം. അതിൽ നിന്ന് 300 രൂപ ഓണർക്ക് പോയി 700 രൂപയായി. പിന്നീട് ഇന്നത്തെ ഡീസൽ വില അറിയാലോ, പെട്രോൾ വില അറിയാലോ. പെട്രോൾ 116 ഡീസൽ 107 രൂപയാണ്. ഇനിയിപ്പോൾ CNGയിലാണെങ്കിൽ അത് ഓടാനായിട്ട് ഇവരുടെ ചെറിയ ഗ്യാസ് കുറ്റി നിറയ്ക്കുന്നതിനും അത്യാവശ്യം എന്തായിരുന്നാലും എത്ര കുറഞ്ഞാലും 1000-500 രൂപയ്ക്കകത്തുള്ള തുക വേണം. അപ്പോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഇതെല്ലാം ചെയ്തതിന് ശേഷം സ്വന്തം കുടുംബത്തിലേക്കുള്ളത് മിച്ചം പിടിക്കാൻ. ഇതിൻ്റെ ഇടയിൽ ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും ഈ പൈസയിൽ നിന്നാണ്. അപ്പോൾ ഇന്നലങ്ങളിൽ അത്യാവശ്യം ഈ സൗജന്യ യാത്ര കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് അത്യാവശ്യം ഓട്ടം കിട്ടിയിരുന്നവർ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിക്കുന്നിടത്തോളം പൈസ ചെലവാകാതെ പോകും എന്നുള്ളത് കൊണ്ട് ബസ്സുകളെ ആശ്രയിക്കുന്ന ഒരു കാര്യം. ആ ബസ്സുകളെ ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ ജീവനക്കാരുടെ അവസ്ഥ നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് താഴെ തട്ടിലേക്ക് വരുമ്പോൾ ഓട്ടോ തൊഴിലാളികൾ. കാര്യം എല്ലാ മനുഷ്യരും ഓരോ കുടുംബങ്ങളുടെ അത്താണിയാണ്. ആ കുടുംബങ്ങളിൽ, അതായത് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ തീരുമാനങ്ങളെടുത്ത് ഒരു ആലോചനയും ഇല്ലാതെ നടപ്പാക്കുന്നവർ നിങ്ങളുടെ കുടുംബത്തിലെ മക്കളെക്കുറിച്ചൊന്ന് ആലോചിക്കാം. ഒരു നേരത്തെ ഭക്ഷണം, അവർക്ക് വേണ്ട വസ്ത്രം, പഠിപ്പിക്കാൻ വേണ്ടി അയക്കുമ്പോൾ അതിനു വേണ്ട ചിലവുകൾ, ഇതിന് എത്ര രൂപ വേണ്ടി വരുന്നുണ്ട്? നിങ്ങൾ വലിയ ചിലവുള്ള സ്കൂളുകളിലാണെങ്കിൽ ആ നിലയ്ക്ക് ആലോചിച്ചിട്ട് ആ ചിലവുമായി ബന്ധപ്പെട്ട് പകുതിയാക്കി ഒരു സാധാരണ കുടുംബത്തിൽ പഠിപ്പിക്കുന്ന മക്കളെക്കുറിച്ചുള്ള അച്ഛനമ്മമാരെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ഈ സർക്കാർ തലത്തിലുള്ള ഈ പ്രിവിലേജുള്ള കുടുംബത്തിലുള്ളവരാണല്ലോ ഏറ്റവും കൂടുതൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. കാര്യം സാധാരണക്കാരായി ജീവിച്ചു വളരുന്നവരുടെ കുടുംബ സാഹചര്യം അറിയണമെങ്കിൽ ഒരു ദിവസമെങ്കിലും ആ ജീവിത സാഹചര്യത്തിൽ ജീവിച്ചിരിക്കണം. തറവാടുകൾ ജീവിച്ച് വലിയ പേരും പെരുമയും പ്രശസ്തിയുമുള്ള തറവാടുകളാണ്, അല്ലെങ്കിൽ കുടുംബ മഹിമയുള്ളവരാണ്, വലിയ പ്രിവിലേജ് ഉള്ളവരാണ്, അവർക്ക് കുടുംബപരമായി വലിയ സമ്പത്തുള്ളവരാണ്. അങ്ങനെയൊക്കെ 3-4 നേരം മൃഷ്ടാന ഭോജനമൊക്കെ കഴിച്ച് വളരുന്നവർക്ക് ഈ പറയുന്ന സാധാരണക്കാരൻ്റെ വീട്ടിലെ ഒരു നേരത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് ചിന്തിക്കാനായിട്ട് പ്രാപ്തി ഉണ്ടാകാതെ പോകുന്നു. അതുകൊണ്ടാണ് ഒരു കൂടിയാലോചനയും ഇല്ലാതെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് KSRTC. ആ KSRTC ഇന്ന് സൗജന്യം കൊടുക്കുന്നതിലെന്ന് യാതൊരു തെറ്റുമില്ല. പക്ഷേ എല്ലാ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തതിലൂടെ നിങ്ങൾ ചെയ്തൊരു കൊടും പാതകം എന്ന് പറഞ്ഞാൽ, അർഹതയില്ലാത്ത കുറേയേറെ, അതായത് മാസാമാസം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന സ്ത്രീകളുണ്ട്. അതിനോടൊപ്പം തന്നെ ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികളിൽ നിന്ന് വലിയ തുകയ്ക്ക്, അതായത് മാസം 10-50,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം കിട്ടുന്നവരുണ്ട്. അങ്ങനെ കിട്ടുന്നവരും തുലോം തുച്ഛവും വേതനം കിട്ടുന്ന സാധാരണക്കാർ, പിന്നോക്കാവസ്ഥയിലുള്ള മനുഷ്യർക്ക് റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സൗജന്യം കൊടുക്കാമായിരുന്നല്ലോ. പ്രായപരിധി നിശ്ചയിച്ചിട്ട് പ്രായമായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിങ്ങൾ കൊടുക്കാമായിരുന്നല്ലോ. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലല്ലാത്ത സ്ത്രീകൾക്ക് എന്തിനാണ് ഇത് കൊടുക്കേണ്ടിയിരുന്നത്? ആ കൊടുത്തത് മൂലം ആരൊക്കെ തകർന്നു പോകുന്നു എന്നാണ്. നിങ്ങൾ ഈ
സമ്പന്നത ഉള്ള ചിലരെയൊക്കെ അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ചിലരെയൊക്കെ സംതൃപ്തിപ്പെടുത്തുമ്പോൾ അതിലൂടെ വഴിമുട്ടുന്നത് ചില ജീവിതങ്ങളാണ് എന്നതിൻ്റെ തെളിവാണ്. അവർ ചിത്രീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ അവസ്ഥയെക്കുറിച്ച് ഒരു ദൃശ്യം ചിത്രീകരിച്ച് ഇങ്ങ് പുറത്തേക്ക് വിടുമ്പോൾ അത് എത്രത്തോളം കുടുംബങ്ങൾ, ആ സ്റ്റാൻഡിൽ നിരന്നു കിടക്കുന്ന മനുഷ്യരുടെ എല്ലാം വീടുകളിൽ വൈകുന്നേരം ഇവരിൽ നിന്നുണ്ടാകുന്ന സമ്പാദ്യത്തിൽ ജീവിക്കേണ്ട മനുഷ്യരാണ്. ആ മനുഷ്യരുടെ എല്ലാം ജീവിതാവസ്ഥ ഈ ഓണക്കാലത്ത് എത്രമാത്രം ദുരിതപൂർണമായി മാറുന്നുണ്ട് എന്നതിൻ്റെ കാഴ്ച കൂടിയാണ്. നിങ്ങളിപ്പോൾ മന്ത്രിമന്ദിരങ്ങളിലെല്ലാം 3-4 നേരം സുഭിക്ഷമായിട്ട് വരുന്നവരെയും വിരുന്നുകാരെയും എല്ലാം ഊട്ടുന്നുണ്ടായിരിക്കും. ആ സന്ദർഭങ്ങളിൽ ഈ നടപ്പാക്കുന്ന വ്യക്തിയൊക്കെ ഇതുപോലെ അവർക്ക് തൊഴിൽ കിട്ടാതെ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ വീടുകളിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കാൻ പറ്റുന്നിടത്ത്, അത് ചിന്തിക്കാൻ പറ്റാത്തതാണ് നിങ്ങൾ വളർന്ന സാഹചര്യങ്ങൾ. നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വീഡിയോയിലൂടെയും മറ്റും നന്മമരമായിട്ട് സ്വയം അവതരിപ്പിക്കുമ്പോൾ ഒരിക്കലും ഉള്ളാലെ നിങ്ങൾ ഈ സാധാരണക്കാരനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെന്നേ. ആ മനസ്സിലാക്കാത്തിടത്തൊക്കെയാണ് ഈ ജീവിതങ്ങളൊക്കെ തകർന്നു പോകുമ്പോൾ നിങ്ങൾക്കതൊരു പ്രശ്നമല്ലാതായി മാറുന്നത്. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ആ ദൃശ്യം കാട്ടിയപ്പോൾ പൊടുന്നനെ ഒരു സാധാരണക്കാരൻ്റെ മകനായി വളർന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ ദൃശ്യത്തിനകത്തുള്ള ചില ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയാൻ പറ്റിയതുകൊണ്ട് തന്നെയാണ് അതെടുത്ത് ഉയർത്തിക്കാട്ടി ഇങ്ങനെ നിങ്ങൾ അവരെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനങ്ങളിലേക്ക് പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്.